നിങ്ങൾ റെക്കോർഡിലുണ്ടാവും, നിങ്ങളുടെയൊക്കെ ചാനലുകളിലെ റെക്കോർഡിലുണ്ടാവും ഞാൻ പറഞ്ഞത്. അതുപോലെ ഇപ്പോഴത്തേക്കുള്ള ഒരു പിടി മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസ് ഇതര ഗവൺമെന്റുകൾ ഉള്ള സ്ഥലത്തും അല്ല BJP ഇതര ഗവൺമെന്റുകളുള്ള സ്ഥലത്ത് എല്ലാവരെയും അവർ വേട്ടയാടുകയാണ്. അവർ ഒഴിവാക്കിയിരിക്കുന്ന ഇവിടെ മാത്രമേ ഉള്ളൂ, കേരളത്തിൽ മാത്രമേ ഉള്ളൂ. BJP ഇതര സംസ്ഥാനങ്ങളെ ഒഴിവാക്കിയിരിക്കും. ഇവിടെ ഒരു കേസ് കൊടുക്കില്ലല്ലോ, ഇവിടെ പേടിപ്പിക്കൽ മാത്രമേ ഉള്ളൂ. നേരത്തെ ഒരു നോട്ടീസ് പോയല്ലോ, അതിന്റെ ബാക്കി അവിടെ പോയി. ഒരു നോട്ടീസും ഇല്ല. കരുവന്നൂരത്തെ കേസ് അവിടെ പോയി. ഒരു കേസും ഇല്ലല്ലോ. ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരായി കേസുണ്ടായിരുന്നു, മകൾക്കെതിരായിട്ടുള്ള കേസുണ്ടായിരുന്നു, മകനെതിരായിട്ടുള്ള ഇത് വന്നു, ഒന്നും ഇല്ലല്ലോ. പിന്നെ തുടർച്ച ഒന്നുമില്ല. ഇവിടെ ഇങ്ങനെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇങ്ങനൊരു കേസുണ്ടെന്ന് പറഞ്ഞ് ഒന്ന് പേടിപ്പിക്കുക. പേടിച്ചും പോകുന്നുണ്ട് CPM-ഉം നേതൃത്വവും. അല്ലാതെ ഒന്നുമില്ലല്ലോ. ബാക്കിയുള്ളവർക്കെതിരായി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെ BJP ഇതര ഗവൺമെന്റുകൾക്കെതിരായും നേതാക്കൾക്കെതിരായും നിരന്തരമായി ED കേസാണ് എല്ലായിടത്തും. അത് സുപ്രീം കോടതി തന്നെ പറഞ്ഞല്ലോ. അപ്പം അടുത്ത് സുപ്രീം കോടതി വിധി തന്നെ ഉണ്ടായല്ലോ, രാഷ്ട്രീയമായിട്ട് EDയെ ഉപയോഗിക്കുകയാണെന്നുള്ളത്. ഇവിടെ വരുമ്പോൾ കേസില്ല. ഞങ്ങളതുകൊണ്ടല്ലേ പറഞ്ഞത് ഗൗരവമായി എടുക്കുന്നില്ല EDയുടെ നോട്ടീസ്. ഇത് തെരഞ്ഞെടുപ്പ് കാലത്ത് ഭയപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു കാര്യം മാത്രമാണ്. അതിൽ അഴിമതി നടന്നിട്ടുണ്ട്. ഏതിൽ? മസാല ബോണ്ടിന്റെ കാര്യത്തിൽ അഴിമതി നടന്നിട്ടുണ്ട്. 2150 കോടി എടുത്തിട്ട് 5 കൊല്ലം കൊണ്ട് 1045 കോടി, പകുതിയോളം തുക പലിശ കൊടുക്കേണ്ടി വന്നു. മാത്രമല്ല, എടുത്ത തുക 9.72% എടുത്ത തുക 6% പലിശ കിട്ടുന്ന ബാങ്കിൽ കൊണ്ടിട്ട്. ആലോചിച്ച് നോക്കി, 6% പലിശയ്ക്ക് കൊണ്ടിട്ട് അതിലെത്ര കോടി രൂപ നഷ്ടം വരുത്തി? എത്ര കോടി രൂപ നഷ്ടം വരുത്തി? വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം അന്താരാഷ്ട്ര മാർക്കറ്റിൽ 1%-നും 1.5%-നും പണം വായ്പ ലഭിക്കും. ആ ലഭിക്കുമ്പോഴാണ് ഈ SNC